വിളിച്ചു പറയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോ ഹന്ന അവന്റെ നേരെ ചൂടാവാണ്. അല്ല, എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക, നിങ്ങൾക്കും ഈ ഒരു മർമേഡ്സിനും ഇടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ മേയർ ഞങ്ങൾ വന്ന ദിവസം ഒരു ബോർഡുമായിട്ട് ആ ഒരു ബീച്ചിന്റെ സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു. മെർമേഡ്സ് ഇവിടേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തല്ലിക്കൊല്ലുന്നൊക്കെ ആ ഒരു പെണ്ണുങ്ങൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നല്ലോ. നീയും അവരൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാരാന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്കെല്ലാം എന്താ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല, എന്നതൊന്ന് തെളിച്ച് പറയാന്നൊക്കെ അവളിപ്പോ ഫോക്സിനോട് പറയാണ്. ഫോക്സ് ആണെന്നുണ്ടെങ്കിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ന്യൂസ് പേപ്പർ കട്ടിങ് എടുത്തിട്ട് അവരെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് നാളുകൾക്ക് മുന്നേ ഈ ഒരു ദ്വീപിലുണ്ടായിരുന്ന ഏകദേശം ഒരു 20 ആളുകള് അവരുടെ റിസർച്ച് വഴി ഈ ഒരു മെർമേഡ്സ് ഉള്ള സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. മെർമേഡ്സിനെ തെരഞ്ഞിട്ട് അവർ കടലിന്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ പോയിട്ടുള്ള ഒരാൾ പോലും ഇന്ന് വരെ തിരിച്ചു വന്നിട്ടില്ല. ആ ഒരു കപ്പലിന് എന്താണ് സംഭവിച്ചതെന്ന് പോലും ഇന്നും ആർക്കും അറിയില്ല. എന്റെ അഭിപ്രായത്തില് മെർമേഡ്സ് ഒന്നും ഇല്ല. അഥവാ ഇനി മെർമേഡ്സ് ഉണ്ടെങ്കിൽ അവർ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും എന്നൊക്കെ ഫോക്സ് ഇപ്പൊ ഇവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോ തന്നെ 3 പേരും നല്ല രീതിയിൽ ഷോക്കാവാണ്. എന്തൊക്കെയോ കാര്യങ്ങൾ സ്വകാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. അതായത് ഇവന്റെ അടുത്ത് ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ഡേഞ്ചറസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവനോടൊന്നും പറയേണ്ടെന്ന് അവരിപ്പോ തീരുമാനിക്കുകയാണ്. ഫോക്സ് ഒന്ന് തിരിഞ്ഞ സമയത്ത് തന്നെ ഇവര് 3 പേരും കൂടിയിട്ട് അവന്റെ വീട്ടിൽ നിന്ന് ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങി ഓടുന്നുണ്ട്. അടുത്തതായിട്ട് ഇവര് നേരെ പോയത് നമ്മുടെ ആ ഒരു ചെറിയ പയ്യനായിട്ടുള്ള ജാക്ക് ഉണ്ടായിരുന്നില്ലേ, അവന്റെ അടുത്തേക്കായിരുന്നു. ഇപ്പോ ഹന്ന നമ്മുടെ ജാക്കിനോട് ചോദിക്കുകയാണ്, നിന്റെ അച്ഛൻ മെർമേഡ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിനക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പറയാനായിട്ട് പറയാണ്. അതിനെക്കുറിച്ചൊക്കെ ഇപ്പൊ ഞങ്ങളോട് സംസാരിക്കുമെന്ന് അവനോട് ഹാന ചോദിക്കുന്നുണ്ട്. മെർമേഡ്സിനെ തെരഞ്ഞിട്ട് ഒരു 20 ആളുകള് ഈ ഒരു കടലിലേക്ക് പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു കപ്പലിന്റെ ക്യാപ്റ്റൻ നമ്മുടെ ജാക്കിന്റെ അച്ഛനായിരുന്നു. അതുകൊണ്ടാണ് ജാക്കിന്റെ അമ്മയായിട്ടുള്ള ഈ സിറ്റിയുടെ മേയർ അവർക്ക് മെർമേഡ്സിന്റെ മുകളിൽ ഇത്രയും ദേഷ്യം വന്നിട്ടുള്ളത്. ജാക്കിനെയും നീന്തലൊന്നും പഠിപ്പിക്കാതെ ആ ഒരു കടലിന്റെ അടുത്തേക്ക് തന്നെ പോകാനായിട്ട് അവനെ സമ്മതിക്കാതെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നത് ഈ ഒരു കാരണം ഉള്ളതുകൊണ്ടാണ്. ഇപ്പൊ ജാക്ക് പറയുന്നുണ്ട്, ഈ ഒരു മെർമേഡ്സ് കരയിലേക്ക് വരുന്ന സമയത്ത് അവരെ കൊണ്ട് ചില മനുഷ്യന്മാരൊക്കെ ഇൻഫെക്റ്റഡ് ആവാറുണ്ട്. അങ്ങനെ ഇൻഫെക്റ്റഡ് ആയതിനു ശേഷം 3 ദിവസം അവരുടെ ശരീരത്തിലേക്ക് വെള്ളം തട്ടിയിട്ടുണ്ടെങ്കിൽ അവർ മർമേഡായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. 3 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഓക്കെ ആവുമെന്നാണ് എന്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജാക്ക് ഇപ്പൊ പറയുന്നുണ്ട്. ഇപ്പോ 3 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഓക്കെ ആവുന്നുള്ള കാര്യം അറിഞ്ഞപ്പോ 3 പേർക്ക് നല്ല രീതിയിൽ സന്തോഷമാവാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയണമെന്ന് ജാക്കിനോട് ഇപ്പോ ആ ഒരു 3 പേരും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജാക്ക് ഇപ്പൊ പറയാണ്, എന്റെ വീട്ടില് ഒരു റൂമുണ്ട്. ആ ഒരു റൂമിലാണ് എന്റെ അച്ഛൻ റിസർച്ച് ചെയ്തിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു മെർമേഡ്സിന്റെ ഒരു പാട്ട് എന്റെ അച്ഛന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ പാട്ട് എന്റെ അച്ഛനാണെന്നുണ്ടെങ്കിൽ ഒരു ലോക്കറിൽ സേഫ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജാക്ക് ഇപ്പൊ പറയാണ്. ഇപ്പൊ 3 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ നോർമൽ ആവുന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ 3 പേരും നല്ല ഹാപ്പി ആവുന്നുണ്ട്. ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ നിന്റെ അടുത്തേക്ക് വന്നോളാന്ന് പറഞ്ഞിട്ട് അവരിപ്പോ അവിടുന്ന് പോകുന്നുണ്ട്. ഇങ്ങനെ ഇവർ റൂമിലേക്ക് വന്ന സമയത്ത് ജൂലിയ പറയാണ്, ഇനി വെറും 2 ദിവസം മാത്രമേ ഞാൻ മെർമേഡ് ആയിട്ട് ഉണ്ടാവുള്ളൂ. എനിക്ക് മെർമേഡ് ആയിട്ട് ഇരിക്കാനായിട്ട് ഒരുപാട് ഇഷ്ടമാണ്. തീർച്ചയായിട്ടും 2 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഒരുപാട് മിസ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ ജൂലിയ ഇപ്പൊ വിളിച്ചു പറയാണ്. ഇപ്പൊ ഹാനയാണെന്നുണ്ടെങ്കിൽ അവർ രണ്ടുപേരെ വിളിച്ച് അവിടെ ഇരുത്തുന്നുണ്ട്. ഇവിടുന്ന് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് 2 പേർക്കും ഒരു ഗിഫ്റ്റ് തരണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ എന്തായാലും പോകുന്നവരൊന്നും കാത്തിരിക്കുന്നില്ല, അതിപ്പോ തന്നെ തന്നേക്കാന്ന് പറഞ്ഞിട്ട് ജാക്കിന്റെ അടുത്ത് വാങ്ങിയിട്ടുള്ള ആ ഒരു ടോയില്ലേ അതിപ്പോ ഇവർക്ക് 2 പേർക്കുമായിട്ട് അവൾ എടുത്ത് കൊടുക്കുകയാണ്. ഈ ഒരു ടോയ് കണ്ടപ്പോ